Dear students, welcome to CRISPR Learning. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2021 ഐസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ജെയിനേക്കാളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്കിലും ഒരു പകുതിയിലധികമൊക്കെ ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് കോസ് റേഷ്യോ ഫോർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്, ഓർ സീറോ ഒരു പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? കോസ് റേഷ്യോ ഫോർ എക്സ്, സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതാം, കോസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 4 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് വിത്ത് മൈനസ് സൈൻ എക്സ് പ്ലസ് 0 മൈനസ് 2 ഇൻറ്റു കോസ് എക്സ് വിത്ത് മൈനസ് സൈൻ എക്സ്. ചെയിൻ റൂളാണ്. കോസ് എക്സിന് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുക. അങ്ങനെയുള്ള മാക്സിമം മിനിമം കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആസ് എ കോമൺ ഫാക്ടർ, റിമൈനിങ് 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 2 കോസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഈ സൈൻ എക്സ് 0 വരാം, എക്സിന് 0 ഓർ പൈ. പിന്നെ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 2 കോസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0. ഇതിൽ റിയൽ റൂട്ട് ഉണ്ടാവില്ല, കാരണം ഇതിൻ്റെ ബി സ്ക്വയർ മൈനസ് 4ac, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 സ്ക്വയർ 4 മൈനസ് 4ac, ഇത് നെഗറ്റീവാണ്. അപ്പം നോ റിയൽ റൂട്ട്, നോ റിയൽ. അപ്പോൾ അത് വേണ്ട, ഇതിലേ ഉള്ളൂ. അപ്പോൾ എക്സിന് 0 വരുമ്പോഴാണ് മാക്സിമം ഓർ മിനിമം ഉണ്ടാവുക. ഇനി ഇത് കൊടുത്തു നോക്കാം. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല ഇതിൽ. വാട്ട് ഈസ് എഫ് ഓഫ് 0? ദാറ്റ് ഈസ് മാക്സിമം, കാരണം അതൊക്കെ ഈവൺ പവർ അല്ലേ. അപ്പോൾ കോസ് 0 1 പ്ലസ് 1 കോസ് 1 പ്ലസ് 1. അപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. ആൻസർ 2. നിങ്ങൾ പൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക? ഇതൊന്ന്. സംശയമുള്ളവർക്ക് ഞാൻ എഫ് ഓഫ് പൈയും കാണിച്ചു തരാം, കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം -1/4 1, അഗെയിൻ 1, കോസ് സ്ക്വയർ എക്സ് അഗെയിൻ 1, 0 ആയി പോകും. അപ്പം മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 2 ആണ്. മാക്സിമം ആണ് ചോദിച്ചത്, അപ്പോൾ 2 ആൻസർ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ അപ്പോൾ ഡി കറക്റ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സപ്പോസ് എ ബി റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് ദി പോയിന്റ്സ് എ ബി എ സ്ക്വയർ ബി സ്ക്വയർ എ ക്യൂ ബി ക്യൂ ഇൻ ദി കോർഡിനേറ്റ് പ്ലെയിൻ ആർ ഡിസ്റ്റിങ്ക്ട് കൊളീനിയർ ആൻഡ് ദി ലൈൻ പാസിംഗ് ത്രൂ ദീസ് പോയിന്റ്സ് ഈസ് നോട്ട് പാരലൽ ടു വൈ ആക്സിസ്. അപ്പോൾ സ്ലോപ്പ് ഇൻഫിനിറ്റി വരാൻ പാടില്ല. ദെൻ for all such choices of AB, the slope of the line passing through these 3 points can take. അപ്പോൾ സ്ലോപ്പിന് എത്ര വാല്യൂ ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ദി ഗിവൺ പോയിന്റ്സ് ആർ എ ബി, പിന്നെ എ സ്ക്വയർ കോമ ബി സ്ക്വയർ, തേർഡ് വൺ എ ക്യൂബ് ബി ക്യൂബ് ആണ് തന്നത്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കാണാൻ എം കാണുന്ന ഫോർമുല എന്താ? സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു b square minus b by a square minus a, same as bq minus b square by aq minus a square, same as bq minus b by aq minus a. ഇതൊക്കെ സ്ലോപ്പ് ഇൻഡിക്കേഷൻ, ഇതൊക്കെ എം ആണ്. ഇതിലൊക്കെ ബി പുറത്തെടുക്കാം. അപ്പോൾ എം ഈസ് ഈക്വൽ ടു ബി പുറത്തെടുത്താൽ b -1 ബൈ എ പുറത്തെടുത്താൽ a -1, ബി സ്ക്വയർ പുറത്തെടുത്താൽ b -1 ബൈ എ സ്ക്വയർ പുറത്തെടുത്താൽ a -1, ബി പുറത്തെടുത്താൽ ബി സ്ക്വയർ -1 ബൈ എ പുറത്തെടുത്താൽ എ സ്ക്വയർ -1 ആണോ. അപ്പം ഇതാണ് എമ്മിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. പാരലൽ ടു വൈ ആക്സിസ് ആവരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഡിനോമിനേറ്റർ, എമ്മിൻ്റെ ഡിനോമിനേറ്റർ ഇത് 0 വരാൻ പാടില്ല. അപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ -1 കനോട്ട് ബി 0. അപ്പോൾ എ 0 വരാൻ പാടില്ല, എ 1 ആകാൻ പാടില്ല, എ -1 ആകാൻ പാടില്ല ആണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്കതിൽ എമ്മിന് എത്ര വാല്യൂ ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം ന്യൂമറേറ്റർ 0 ആവാം. അപ്പോൾ ബിക്ക് എന്തൊക്കെ വരാം? ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ബി 0 വരാം, ബി 1 വരാം, ബി -1 വരാം. അപ്പം ഇത് സംഭവിക്കാൻ പറ്റുമോ നോക്കുകയാണ്. ബി 0 ആണെങ്കിൽ എന്താവും? ബി 0 സ്ലോപ്പ് 0, ബി 0 സ്ലോപ്പ് 0, അപ്പോൾ എം ഈക്വൽ 0 ആവും.
കുഴപ്പമില്ല. അപ്പോൾ ഒരു വാല്യൂ ആയി. ഇനി B1 ആണെങ്കിൽ എന്താ ഉണ്ടാവുക? B1 ആണെങ്കിൽ ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും. പക്ഷെ പോയിന്റ് എയും ബിയും ഈക്വൽ ആവുകയാണെങ്കിൽ B1 ആണെങ്കിൽ ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും. അപ്പോൾ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ ആളുടെ എമ്മിൻ്റെ ഒരു വിലയായി B1 ആണെങ്കിൽ. ഇനി B-1 ആണെങ്കിലോ? B-1 ആണെങ്കിൽ ഇവിടെ B- ആണെങ്കിൽ 0 അല്ല, ഇവിടെ 0 വരും. അപ്പം B-1 ആണെങ്കിൽ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. A = B എടുക്കുകയാണ്. എയും ബിയും തുല്യമാവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? എയും ബിയും തുല്യമാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് AB, രണ്ടാമത്തത് A², B², മൂന്നാമത്തത് AQ, BQ. അപ്പോൾ ഇത് AA ആവും, അടുത്തത് A² ആവും, AQ ആവും. അപ്പോൾ 3 ഡിഫറെൻറ്റ് പോയിന്റായി. A = B ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് 1 വരും. സ്ലോപ്പ് 1 വരും. A = B ആണെങ്കിൽ ഇതൊക്കെ തുല്യമാവില്ലേ? അപ്പോൾ M = 1 വരും. M = 1. M = 1 വരുമ്പോൾ എയും ബിയും തുല്യമാണ്ടോ? എമ്മിന് 1 വരാം. ഇനി എമ്മിന് -1 വരികയാണെങ്കിലോ? M-1 സ്ലോപ്പ് -1 ആവണമെങ്കിൽ എന്ത് വരണം നോക്കാം നമുക്ക്. അപ്പം 3 വലിയ പൈല് വരുന്നത് B² - B, പക്ഷെ അതിൽ ഒരേ പോയിന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം A = Bയിൽ സ്ലോപ്പ് നമുക്ക് 1 ആണ് വരുന്നത്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക. 1 = എയും ബിയും തുല്യമാണ്. അപ്പം B-1, B² - 1, B × B² - 1 A × A² - 1 ആണ്. എയും ബിയും തുല്യമാണെങ്കിൽ എന്താ വരിക? B² - 1, ഇത് 1 ആണ്. എയും ബിയും തുല്യമാണ്. അപ്പം B² - 1 = A² - 1, A = +or - B എന്ന് വരും. അപ്പോൾ A = 1 ഉം A = -1. അപ്പം എയും ബിയും 1ഉം -1 വരികയാണെങ്കിൽ പോയിന്റിന് വ്യത്യാസം ഉണ്ടോ നോക്കണം. A 1 ആണ്, B 1. അപ്പം ഇത് 1 1 വരും. എയും ബിയും കണ്ടോ? ഈ 3 പോയിന്റ് സെയിം ആവും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറ്റില്ല. എയും ബിയും 1 വരുന്നത് പറ്റില്ല. ഇനി -1 വരികയാണെങ്കിലോ? -1 വരികയാണെങ്കിൽ അപ്പം എമ്മിന് 0 വരുമ്പോൾ നമുക്ക് 1, 2, 3 പോയിന്റ് ഡിഫറൻ്റ് ആണ്. M0 വരികയാണെങ്കിൽ. എമ്മിന് 1 വരികയാണെങ്കിൽ, സ്ലോപ്പ് 1 വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക? B³ - B/AQ - A 1 വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ BQ - B = AQ - A. അപ്പോൾ B - A, അപ്പോൾ BQ - AQ, അടുത്ത പേജിലേക്ക് പോവാം. BQ - AQ = B - A എന്ന് വരും. അപ്പോൾ നമ്മൾ B - A കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ബാക്കി B² + BA + A² = 0. അങ്ങനെയാണ് എയും ബിയും തുല്യമാവുന്നത്. അപ്പോൾ എയും ബിയും തുല്യം വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. മനസ്സിലായോ? എമ്മിന് 0 വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ എയും ബിയും തുല്യം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് എന്താന്ന് നോക്കണം. എയും ബിയും തുല്യം വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് A ആവും, സെക്കൻഡ് പോയിന്റ് A² ആവും, തേർഡ് പോയിന്റ് A³ ആവും. അപ്പോൾ അത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ എയും ബിയും തുല്യം വരുമ്പം, പിന്നെ ഇതിൽ ഈ തുല്യം വരിക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, എക്ക് ബിക്ക് 1 വരാൻ പറ്റില്ല. എക്ക് ബിക്ക് 1 വന്നാൽ എന്താ ഉണ്ടാവുക? ഇത് 1 1 ആവും, ഇത് 1 1 ആവും, ഇത് 1 1 ആവും. അത് പാടില്ല. പിന്നെ എക്കും ബിക്കും വേറെ ഏത് പോയിന്റ് വന്നാലും എക്ക് ബിക്ക് 2 വരികയാണെങ്കിൽ കണ്ട 2 2 4 4 8 8 ഡിഫറൻ്റാണ് വരിക. അപ്പോൾ ഇതിൻ്റെ 2 കേസ് വരുന്നത്, ഒന്ന് A = B വരുന്ന സ്ലോപ്പ്, അപ്പോൾ സ്ലോപ്പ് M = 1 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ M = 0. ഈ 2 ഓപ്ഷൻസ് അതിൽ വരുള്ളൂ. ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ്, എക്സാക്ട്ലി 3 വാല്യൂസ് തെറ്റാണ്. എക്സാക്ട്ലി 1 വാല്യൂ തെറ്റാണ്. 1 മോർ ഓപ്ഷൻ കാണണമല്ലോ. എക്സാക്ട്ലി 2 വാല്യൂസിൻ്റെ കറക്റ്റാണ്. യെസ്. അപ്പോൾ D. അപ്പോൾ ഇതിന് എത്ര സ്ലോപ്പ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ലോപ്പേ വരുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ, എയും ബിയും ഡിഫറൻ്റ് ആവണമെങ്കിൽ. അപ്പോൾ എയും ബിയും ഈക്വൽ ആവാം, പക്ഷേ എയും ബി 1 ആവരുത്. എയും ബി 1 ആയാൽ നമ്മളെ പോയിന്റ്സ് ഒക്കെ സെയിം ആയി പോകും. അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്ലോപ്പ് M 0 വരാം. ബിക്ക് 1 വരികയാണെങ്കിൽ എനി നമ്പർ, ബിക്ക് 1 വരികയാണെങ്കിൽ സ്ലോപ്പ് 0 വരും. ഈ 2 കേസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക്
ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് ടഫാണ്, ഏരിയയിലെ ക്വസ്റ്റൻ ആണ്. ഇതും ഒരു ടഫ് ക്വസ്റ്റൻ. അപ്പൊ ഈ പേപ്പറിൽ ഒരു 3-4 ടഫ് ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. ഡിഫൈൻ എഫ് 2 to 22 to റിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം ഓഫ് n into 1 minus modulus of x minus 2n plus 1 n equal to 1 to 10 വരെ കൊടുക്കാൻ. അങ്ങനെയാണ് ഏരിയ ഓഫ് ദി റീജിയൻ ചോദിച്ചത്. അപ്പോൾ ഏരിയ ഓഫ് ദി റീജിയൻ 0 to y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ്. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതാ നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഏതാ എഫ് ഓഫ് എക്സ്? n ഇൻറ്റു അതിന് വേണ്ട 1 മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2n പ്ലസ് 1. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ 1 അങ്ങോട്ട് ഉണ്ടാവാം. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2n പ്ലസ് 1 വരും. ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ എക്സ് മൈനസ് 2n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പം നമ്മൾ പഠിച്ചത് -1 ലെസ് ദാൻ എക്സ് മൈനസ് 2n പ്ലസ് 1 ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ആണ്. അതാണ് ഇനീക്വാളിറ്റി. അപ്പോൾ നമുക്ക് 2n പ്ലസ് 1 ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഒരു 2n പ്ലസ് 1 ആഡ് ചെയ്യുക, ഇവിടെ ഒരു 2n പ്ലസ് 1 ആഡ് ചെയ്യുക, ഇവിടെ ഒരു 2n പ്ലസ് 1 ആഡ് ചെയ്യും. അപ്പോൾ എന്തായി? 2n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n പ്ലസ് 2. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കണ്ടോ 2n വിത്ത് 2n പ്ലസ് 2 ആണ്. 2n 2n പ്ലസ് 2 ആണ്. അപ്പം നമുക്കിതിന് ഇൻ്റർവെല്ലാക്കി വന്നു കഴിഞ്ഞാൽ എന്നിന് വാല്യൂസ് ഏതാ? സെറ്റ് 1 2 3 അപ് ടു 10 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇൻ്റർവെൽ ഇങ്ങനെ വരും. 2 4 2 1 കൊടുത്താൽ അടുത്തത് 2 കൊടുത്താൽ 4 6 3 കൊടുത്താൽ 6 8 ഇങ്ങനെ പോയിട്ട് അവസാനത്തെ ഇൻ്റർവെല് 10 കൊടുത്താൽ 20 22 കണ്ട ഇങ്ങനെ 10 ഉണ്ടാവും. അപ്പം ഇതിൽ നമുക്ക് കണ്ട ഏരിയയാണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ ഇത് ട്രയാങ്കുലർ ഷേപ്പായി വരിക. അപ്പോൾ ഏരിയ കാണാൻ AN എന്ന് പറയുന്ന nth ഏരിയ നമ്മൾ ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ഹാഫ് BH ആണ് ഫോർമുല പഠിച്ചത്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഒരു ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇതാണ് വിഡ്ത്ത്. ഇതിൻ്റെ ഒക്കെ വിഡ്ത്ത് 2 ആണ്. എല്ലാത്തിനും വിഡ്ത്ത് 2 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ nth, ഇവിടെ nth ആയതുകൊണ്ട് nth ട്രയാങ്കിളിൻ്റെ ഏരിയ n ഇടുക. അതായത് n ആണ് വിട്ട് വരിക nthൻ്റെ. അപ്പം രണ്ടും കട്ടായി. അപ്പം ഇതാണ് nth ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഇനി ടോട്ടൽ ഏരിയ കാണാൻ ടോട്ടൽ ഏരിയ സിഗ്മ എന്നിനെ അവർ 1 മുതൽ 10 വരെ പറഞ്ഞു n. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 10 വരെ കൂട്ടണം. 10 ഇൻറ്റു 11/2 55 എന്നറിയില്ല, നോക്കുക. കാണുന്നില്ല. 60 5 ആണ്. ഓപ്ഷൻ ഈസ് ഡി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഡി. അത് മറന്നു വരുന്ന നല്ലൊരു ക്വസ്റ്റൻ. അത് ട്വിസ്റ്റഡ് ആണ്, ഇത് കുട്ടികൾക്ക് മനസ്സിലാവില്ല. അവിടെ മോഡ് വരുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ? ആ മോഡിന്റെ വാല്യൂ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സിന്റെ ഇന്റർവെല്ല് ഉണ്ടോ? അപ്പോൾ എല്ലാത്തിനും 2 4 4 6 ഇതിൻ്റെ ഒക്കെ വിഡ്ത്ത് 2 ആണ്. അപ്പോൾ വിഡ്ത്ത് 2 ഹൈറ്റ് nth ട്രയാങ്കിൾ ആകുമ്പോൾ അതാ n ഫ്രണ്ടിൽ ഏരിയ ഉണ്ടോ? n ഇൻറ്റു ഇവിടെ n ഇൻറ്റു തോന്നില്ല ആയിട്ടല്ലേ, n ഇൻറ്റു 1 n ഈസ് nthൻ്റെ ഏരിയ ഹൈറ്റ് ആണത്. ഓക്കെ, അടുത്തത് ഇന്റഗ്രേഷൻ്റെ ഏരിയ ആണ്. ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ സിമ്പിളാണ്, കർവൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായി ചെയ്താൽ മതി, ഫിഗർ ഒന്നും വേണ്ട. കാരണം എല്ലാ കാര്യവും തന്നിട്ടുണ്ട്. ഏരിയ കണ്ടോ 0 to 2π. ഫസ്റ്റ് കർവ് 1 പ്ലസ് മോഡ് സൈൻ എക്സ്, സെക്കൻഡ് കർവ് മൈനസ് സൈൻ എക്സ്. നമ്മൾ എന്താ പഠിച്ചത്? അപ്പർ കർവ് മൈനസ് ലോവർ കർവ് ഉണ്ടോ dx കഴിഞ്ഞു. മുകളിലെ കർവും താഴത്തെ കർവ് കുറയ്ക്കാതെ.
ഇനി ഇത് ചെയ്യുമ്പോൾ കുറച്ച് പണിയുണ്ട്. 0 to 2π 1 plus 2 mod sin x dx. ഇനി നമ്മൾ ഇത് 0 to 2π ആണ്. ഈ മോഡ് sin xന് 0 മുതൽ പൈ വരെ പോസിറ്റീവും പൈ മുതൽ 2π വരെ തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 0 to π 1 plus 2 sin x dx plus π to 2π minus 2 1 minus 2 sin x dx. Now integrate. ഒന്നിന് ഇൻ്റഗ്രേഷൻ എക്സ്, സൈൻ ഇൻ്റഗ്രേഷൻ -2 cos x between 0 π പ്ലസ് ഒന്നിന് ഇൻ്റഗ്രേഷൻ എക്സ് പോസിറ്റീവ് 2 cos x between π to 2π. വാല്യൂ കൊടുക്കുക. പൈ കൊടുക്കുമ്പോൾ പൈ കോസ് പൈ -1 അപ്പോൾ +2 എന്നായി. 0 വരുമ്പം ഇത് 0 ആയി. പൈ കൊടുക്കുമ്പോൾ പൈ -1 +2 ആയി. -0 കൊടുക്കുമ്പം കോസ് 0 1 അപ്പോൾ 2 പ്ലസ് എക്സിന് പൈ കൊടുക്കുമ്പോൾ 2π കോസ് 2π 1 അപ്പോൾ 2. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ കൊടുക്കുമ്പോൾ പൈ കോസ് പൈ -1 കണ്ടോ. അപ്പം ഇനി ഫൈനലൈസ് ചെയ്യാം. പൈ +2 +2 2π +2 +2 -π 1 of the π is cancel. ഇപ്പോൾ 2 4 6 8. അപ്പം നിങ്ങൾ ആൻസറിൽ ഒരു 2π + 8 എന്ന് കാണും. 2π + 8 ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി, സോറി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2π + 8. നല്ല ക്വസ്റ്റനായിരുന്നു, പക്ഷെ അത് സിമ്പിളായിരുന്നു, എല്ലാ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്നു. ഇനി ഇത് പ്ലെയിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ പ്ലെയിൻ നമ്മുടെ NCERT ഇല്ല, പക്ഷേ നമ്മുടെ ഐസറിൻ്റെ സിലബസിലുണ്ട്. ഇവിടെ പറഞ്ഞത് P1 P2 B2 പ്ലെയിൻസ് ആൻഡ് ലെറ്റ് L denote the line of intersection of P1 and P2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് P1 and P2 L denote. Let P be the plane passing through the point 1 to 1 and normal to L. അപ്പോൾ L എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ? ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്താ? R - a dot n 0. ഈ n ആണ് നോർമൽ വെക്ടർ, എ ആണ് തന്ന പോയിന്റ്. അപ്പോൾ എ എന്നുള്ളത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ? പാസിംഗ് ത്രൂ ദി പോയിന്റ് 1i 2j 1k. അപ്പോൾ n എന്നുള്ള വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. R എന്നുള്ള വെക്ടർ ഏതാണെന്ന് അറിയാം കുട്ടികളെ? xi yj zk. അതും നമുക്കറിയാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n എന്നുള്ള വെക്ടറാണ്. ഈ n എന്നുള്ള എന്താണ്? നോർമൽ വെക്ടർ. ആ നോർമൽ വെക്ടർ ഈ രണ്ട് പ്ലെയിനെ കണ്ടുപിടിക്കണം. അതായത് പ്ലെയിൻ P1 P2 B2 പ്ലെയിൻസ് ആൻഡ് ലെറ്റ് L denote the line of intersection of these planes. അപ്പോൾ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എല്ലിനെ റെപ്രസെന്റ് ചെയ്യണ പ്ലെയിൻ കാണാൻ, n കാണാൻ ഇതിൽ രണ്ടിൻ്റെതാ ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതാം. 1x 1y 1z = 1. രണ്ടാമത്തെ പ്ലെയിൻ 2x 1y 1z = 3. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻ്റെ നോർമൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n എന്ന് പറയുന്നത് ഇതിലെ രണ്ട് വെക്ടറിന്റെ പെർപെൻഡിക്കുലർ ആണ്. അപ്പം i j k 1 1 1 ഫസ്റ്റ് റോ ഉണ്ടോ, സെക്കൻഡ് റോ 2 1 2 2 1 1. ഈ വെക്ടറാണ് ഏത്? നിങ്ങളെ n എന്ന് പറയുന്ന നോർമൽ വെക്ടർ. മറന്നു പോകരുത്, നല്ല ക്വസ്റ്റനാണ്. ദാറ്റ് ഈസ് i × 1 - 1 0 മൈനസ് j × 1 - 2 പ്ലസ് k × 1 - k × 1 - 2. അപ്പൊ എന്ത് വരും? 0i 1j 1k. ഇതാണ് നോർമൽ വെക്ടർ. ഇനി ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ ആൻസർ വരും. സോ പ്ലെയിൻ എന്താണ്? r xi, r എന്നുള്ളത് xi + yj + zk ആണ്. ഇപ്പൊ പ്ലെയിൻ എന്ന് പറയുന്നത് ഉണ്ടോ, r xi yj zk മൈനസ് എ വെക്ടർ, പോയിന്റ് വെക്ടർ ഉണ്ടോ, 1i 2j 1k ഡോട്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച 0i 1j 1k ഈക്വൽ ടു 0. ഇത് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടണം. x × 0 അപ്പൊ x ഇല്ല, y × 1 അപ്പൊ 1y, z × -1 -z മൈനസ് 1 × 0 0 2 × 1 1 2ആയി, 1 × -1 -1 ഈക്വൽ ടു 0.
അപ്പോൾ ഫൈൻഡ് ആൻസർ y മൈനസ് ജെ ഈക്വൽ ടു 2 1 വെച്ചാൽ ഇവിടെ -1 വരും, അങ്ങോട്ട് പോകും +1. അപ്പോൾ നിങ്ങൾ ആൻസറിൽ y മൈനസ് സെഡ് ഈക്വൽ ടു 1 കാണും. ഉണ്ടോ നോക്കി? യെസ്. അപ്പോൾ ഇവിടെ തന്ന കീ ഡി ആണ്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആ നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങളെ പ്ലെയിനിന്റെ 2 വെക്ടറിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കണം. അത് ഓർത്ത് വെക്കുക. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. അതാണ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി ഇതാ ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, ടഫാണ്. ഇതൊരു IIT സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് sin x റേസ്ഡ് ടു റൂട്ട് x ഇൻറ്റു e റേസ്ഡ് ടു x പ്ലസ് x ഹോൾ റേസ്ഡ് ടു 1/x. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാ ലിമിറ്റ് x ടെൻഡിങ് ടു 0 sin x റേസ്ഡ് ടു റൂട്ട് x. ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണാം. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനത് പറ്റുള്ളൂ. രണ്ട് ഫംഗ്ഷന്റെ കോമ്പിനേഷനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ 0 പ്ലസ് ആണ്. അപ്പം ഇതിനെ ഞാൻ 2 ക്വസ്റ്റ്യൻ ആക്കാൻ പോകാം. ലെറ്റ് k ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് sin x പവർ റൂട്ട് x. അപ്പം ഇത് നമ്മൾ എക്സിന് 0 എടുക്കുമ്പോൾ 0 to 0 ഫോമാണ്. 0 to 0 ഫോം. അപ്പം ഇതിന് നമ്മൾ ആദ്യം ലോഗരിതം യൂസ് ചെയ്യുക. അപ്പം ലോഗ് k ബൈ c ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് ലോഗരിതം യൂസ് ചെയ്യുമ്പോൾ പവർ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ റൂട്ട് x വിത്ത് ലോഗ് സൈൻ x. അതായത് ലോഗ് ഓഫ് എ റേസ് ടു എക്സിന്റെ ഫോർമുല x ഇൻറ്റു ലോഗ് എ എന്ന്. x ഇൻറ്റു ലോഗ് എ പവറിനെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് ഇപ്പം ഇതിൻ്റെ ഫോം 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമാണ്. സൈൻ 0 0 ലോഗ് 0 നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് ശരിക്കും പറയാം. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആയാൽ എൽ ഹോസ്പിറ്റലിലൂടെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോമിലേക്ക് കൊണ്ടുവരണം. ലിമിറ്റ് x ടെൻഡിങ് ടു 0 പ്ലസ് ഈ റൂട്ട് എക്സിനെ താഴേക്ക് എടുക്കുക. 1/√x എഴുതാം. 1/√x. അപ്പോൾ 1/√x ആകുമ്പോൾ ഇപ്പോൾ ലോഗ് 0 ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമായി. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0/0 ഫോം വരുമ്പോഴാണ് എൽ ഹോസ്പിറ്റൽ ഉപയോഗിക്കുക. ഇനി എൽ ഹോസ്പിറ്റൽ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് ദ പേര് എൽ ഹോസ്പിറ്റൽ റൂൾ. മുകളിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1/sin x. sin x-ന്റെ ഡെറിവേറ്റീവ് cos x. ഇനി 1/√x-ന്റെ ഡെറിവേറ്റീവ് കോഷ്യന്റ് റൂൾ ഉപയോഗിക്കുക താഴെ. അപ്പോൾ റൂട്ട് എക്സിന്റെ സ്ക്വയർ എക്സ്. റൂട്ട് എക്സ് ഇൻറ്റു എക്സിന്റെ ഒന്നിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 1 ഇൻറ്റു 1/2 റൂട്ട് എക്സ് ഉണ്ടോ ഇങ്ങനെ വരും. ഇനി ഇത് നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് ഈ എക്സ് മുകളിലേക്ക് പോകും. അപ്പം x ബൈ സൈൻ എക്സ് വിത്ത് കോസ് എക്സ് ഉണ്ട്. ഈ എക്സ് മുകളിലേക്ക് പോകും. താഴെയോ ഈ 2√x മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ x ബൈ സൈൻ എക്സ് നിങ്ങൾ 1 വരും. ലിമിറ്റ് x ടെൻഡ്സ് 0 ആണ്. x ബൈ സൈൻ എക്സ് 1 ആയി. ഈ റൂട്ട് എക്സ് 0നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 0 വരും. അപ്പോൾ നമുക്കിനി k കാണാൻ e റേസ് ടു 0 ദാറ്റ് ഈസ് 1. അപ്പോൾ ആദ്യത്തെ സൈൻ എക്സ് റേസ് ടു റൂട്ട് എക്സിന്റെ ലിമിറ്റ് എനിക്ക് 1 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തേത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഞാൻ p എന്ന് പേരിട്ടാണ്. ലെറ്റ് p ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ ലിമിറ്റ് x ടെൻഡിങ് ടു 0 പ്ലസ് ഇ പവർ എക്സ് പ്ലസ് എക്സ് റേസ് ടു 1/x. ഇവിടെ നമ്മൾ 0 കൊടുത്താൽ അത് 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമാണ്. ഇവിടെയും നിങ്ങൾ ലോഗരിതം ഉപയോഗിക്കണം. അപ്പോൾ ലോഗ് പി ഈസ് ഈക്വൽ ടു പവർ ഇറങ്ങി വരും. പവർ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ലോഗരിതം യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/x ലോഗരിതം ഓഫ് ഇ പവർ എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ്. ഇപ്പോൾ ഫോം ഒന്ന് നോക്കാം. നമ്മൾ എക്സിന് 0 കൊടുത്തത് 1 ആവും. ലോഗ് 1 0 ആണ്. എക്സിന് 0 വരുമ്പോൾ സാര 0 കണ്ടോ 0/0 ഫോമാണ്. അതായത് e റേസ് ടു 0 1 ഈ എക്സ് 0. അപ്പോൾ ലോഗ് 1ന്റെ വാല്യൂ 0, ഈ എക്സിന്റെ വാല്യൂ 0/0 ഫോം. അപ്പോൾ ഡയറക്റ്റ് എൽ ഹോസ് ഉപയോഗിക്കാം. അപ്പോൾ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/e പവർ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡിങ് ബൈ താഴത്തെ എക്സിന്റെ ഡെറിവേറ്റീവ് 1. നൗ പുട്ട് x ഈക്വൽ 0. അപ്പോൾ എക്സിന് 0 എടുത്താൽ എന്ത് വരും? 1 + 1 2. താഴെ 1 + 0 അപ്പോൾ 2 എന്ന് കിട്ടും. സോ പി വിൽ ബി ഇവിടെ ബേസ് ഇ ആണ്. അപ്പോൾ ഇ റേസ് ടു 2 ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ ഇ പവർ 2 എന്നാണ് പറയാം. അപ്പോൾ പിയും കിട്ടി. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ലിമിറ്റ്
x tends to 0 plus sin x raised to root x e power x plus x raised to 1 by x equal to നമ്മൾ രണ്ട് ലിമിറ്റ് ആയിട്ട് എഴുതി x tends to 0 plus sin x raised to root x limit x tends to 0 plus e power x x raised to 1 by x കണ്ടോ? ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നാണ്, ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇ സ്ക്വയർ ആണ്. അപ്പം നിങ്ങൾ ഓപ്ഷനിൽ ഒരു ഇ സ്ക്വയർ ഉണ്ടായിരിക്കും. അതാ ഓപ്ഷൻ ഡി കറക്റ്റ്. അപ്പം ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. കണ്ടോ? അപ്പം IIT ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഇത് ജെയിനേക്കാളും ടഫാണ്, നമ്മൾ ഇതുവരെ ഒരു കാണാത്ത ടൈപ്പാണ്. രണ്ട് ലിമിറ്റ് അത് പവർ വരുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ലോഗരിതം ഉപയോഗിച്ച് ചെയ്യണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആകുമ്പോൾ നമ്മൾ 6 ചെയ്തു. സിമ്പിളാണ്. ലെറ്റ് fx is equal to ln. ln means natural log. Log of 1 plus x for x greater than equal to 0. The value of integral 0 to pi by 2 f of cube root of cos theta f of dividing by f of cube root of sin theta plus f of cube root of cos theta d theta. അപ്പം ഇതിനൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്, ഞാൻ ക്ലാസ് തന്നതാണ്. ഇൻ്റഗ്രൽ 0 to a f of theta d theta divided by f of theta plus f of a minus theta. ഈ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻ്റെ സിമ്പിൾ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതേ പാറ്റേണിൽ വന്നാൽ ന്യൂമറേറ്ററിൽ ഒരു ടേം, ഡിനോമിനേറ്റർ 2 ടേം. ഈ ന്യൂമറേറ്ററിൽ വന്ന ടേം ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. ഇതിൽ രണ്ടാമത്തെ ടേം ആ കോസിൻ്റെ π/2 മൈനസ് തീറ്റ ആവും സൈന്. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതേ പാറ്റേണിലാണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 0 to π/2 കറക്റ്റാണ്. എഫ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് കോസ് തീറ്റ ഡി തീറ്റ. താഴെ കണ്ടോ എഫ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് സൈൻ തീറ്റ പ്ലസ് എഫ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് കോസ് തീറ്റ. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണ്. എന്താണ്? ഈ ഫംഗ്ഷനാണിത്. ആ ഫംഗ്ഷൻ താഴെ വന്നിട്ടുണ്ട്. ഇതുണ്ടാവുന്നത് കോസ് π/2 മൈനസ് തീറ്റ എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കുക. എന്താ ഫോർമുല? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2. അപ്പോൾ ആൻസർ π/4 ആണ്. അപ്പം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ കണ്ട എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഫംഗ്ഷന് ln 1 plus x എന്നൊക്കെ തരും. അതൊന്നും ഒരാവശ്യമില്ല. അപ്പം ആൻസറിൽ π/4 ഉണ്ടാവും. കണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ തിയറി ക്ലാസ്സിൽ നോട്ട് തന്ന സാധനമാണ്. കറക്റ്റായിട്ട് വന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഫംഗ്ഷനിലെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദി നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എഫ് 1 2 3 4 5 2 1 2 3 4 5 സച്ച് ദാറ്റ് എഫ് ഓഫ് n equal to n for all n 1 2 3 4 5. അപ്പോൾ നമുക്കിത് 3 കേസായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേസ് 1 സീറോ പെയർ ആയിട്ട് എടുക്കുന്നില്ല. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഐഡൻറ്റി ഫംഗ്ഷൻ എന്നാണ്. അതായത് എഫ് ഓഫ് 1 ആയിട്ട് എടുക്കുക, എഫ് ഓഫ് 2 ആയിട്ട് എടുക്കുക, എഫ് ഓഫ് 3 ആയിട്ട് എടുക്കുക, എഫ് ഓഫ് 4 ആയിട്ട് എടുക്കുക, എഫ് ഓഫ് 5 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ സീറോ പെയർ വരുമ്പോൾ നമ്മൾ 5 എലിമെൻറ്റ് 0 ദറ്റ് ഈസ് 1 ആണത്. കേസ് 1 സീറോ പെയർ ആൻഡ് ആൾ അതേഴ്സ് ആർ ഫിക്സഡ്. ബ്രാക്കറ്റ് ചെയ്ത് അതേഴ്സ് ആർ ഫിക്സഡ്. ഓക്കെ. ഇനി കേസ് 2 1 പെയർ, പിന്നെയോ 3 ആർ ഫിക്സഡ്. ഇവിടെ ശരിക്ക് നമ്മൾ ആദ്യത്തിൽ 5 ആർ ഫിക്സഡ് ആണ്. കണ്ടോ? എഫ് ഓഫ് 1 1 എഫ് ഓഫ് 2 5 1 കണ്ടോ? 5 ആർ ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിൽ 1 പെയർ എന്ന് പറയുമ്പം 5 എണ്ണത്തിൽ 2 എലിമെൻറ്റ്, ഒരു പെയറിന് 2 എലിമെൻറ്റ് സെലക്ട് ചെയ്യണം. 5c2 ഇപ്പോൾ എത്രയായി? 5c2 5 × 4/1 × 2 10 കേസസ് ആയി. 10 കേസസ് ഉണ്ട് ഇതിന്. അപ്പം ഇത് കിട്ടി. ഇനി കേസ് 3 2 പെയേഴ്സ് പിന്നെ 1 ഫിക്സഡ്. അപ്പം 2 പെയേഴ്സ് എന്ന് പറയുമ്പം 5 എണ്ണത്തിൽ 2 പെയറിന് 4 എലിമെൻറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ 5c4 ദറ്റ് ഈസ് 5 × 5c1 ആക്കാം. ഇതിൻ്റെ ഡിഫറൻസ് ദറ്റ് ഈസ് 5 ആയി. ഇനി ഈ 2 പെയർ 4 എലിമെൻറ്റ് 2 പെയറായിട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക? എ ബി ബി സി അങ്ങനെ എത്ര സെലക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 4c2
ബൈ 2 ഫാക്ടോറിയൽ. അപ്പം 4 എലിമെന്റ് 2 പേരാക്കി എങ്ങനെയാണ്? 4 എലിമെന്റ് നമ്മൾ സെലക്ട് ചെയ്തു, അതിനെ 2 പേരാക്കുമ്പോൾ 4c2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 2 പേര് വരുമ്പോൾ. അപ്പോൾ 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഡിവൈഡിങ് ബൈ 2. അപ്പോൾ എത്ര വരും? 4 3 12 4 3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ഇതിൻ്റെ മാത്രം ടോട്ടൽ തേർഡ് കേസിൻ്റെ 5 ഇൻറ്റു 3 15 വരും. അപ്പോൾ നമ്മൾ ഈ 3 കേസും കൂടി, അപ്പോൾ ടോട്ടൽ ഫങ്ഷൻസ് കേസ് 1 പ്ലസ് കേസ് 2 പ്ലസ് കേസ് 3. അപ്പോൾ ആദ്യത്തിൽ 1 കിട്ടിയത്, രണ്ടാമത്തിൽ 10, മൂന്നാമത്തിൽ 15. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 26 വരേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നിയറസ്റ്റ് വാല്യൂ വരുന്നത് 25. അപ്പം അതും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അപ്പം നിയറസ്റ്റ് വാല്യൂ പൈലുള്ളത് 25 എടുക്കാവും, 31 എടുത്താൽ മാർക്ക് പോകും. ആൻസർ വരിക 26 എങ്ങനെ ചെയ്താൽ. അപ്പം ഇതിൽ ഞാൻ എന്താ ചെയ്തത്? ആദ്യം വരുന്നത് ഇതിൽ ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. അതായത് ഒന്നും പെയറായിട്ട് എടുക്കുന്നില്ല, 5 ആർ ഫിക്സഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒറ്റ ഫംഗ്ഷനായി. കേസ് 2 1 പെയർ എടുക്കാന്ന് പറഞ്ഞാൽ 5c2 3 ആർ ഫിക്സഡ്. 1 പെയർ പിന്നെ അറേഞ്ച് ചെയ്യാനില്ല, 10. കേസ് 3 2 പെയർ, അപ്പം 4 എലിമെന്റ് സെലക്ട് ചെയ്യണം. 5 ആ 4 എലിമെന്റിനെ പെയർ വൈസിൽ വരുമ്പോൾ 4c2 ബൈ 2 ഫാക്ടോറിയൽ. ഒക്കെ നമ്മൾ പെർമിറ്റേഷൻ കോമ്പിനേഷനിലാണ് പഠിച്ചത്, അത് ഓർക്കാം. അപ്പം 3 കേസ്. ഇപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വേണം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 15 വരും. ആഫ്റ്റർ ദാറ്റ് ടോട്ടൽ ഫംഗ്ഷൻ കാണാൻ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 26 അവരുടെ ആൻസർ ഇല്ല എന്ന് വിചാരിക്കരുത്. നിയറസ്റ്റ് വാല്യൂ 25 മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. If 3 real numbers a, b, c are in arithmetic progression, then the value of the determinant. അപ്പം ഇത് ഡിറ്റർമിനന്റ് ശ്രദ്ധിക്കുക. x² + 3, x² + 4, x² + 5, x² + 4, x² + 5, x² + 6, x² + a, x² + b, x² + c. ഇവിടെ എ ബി സി എ പിയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് b - a കോമൺ ഡിഫറൻസ് ആണ്, c - a 2 കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് x² ഒക്കെ കാണുമ്പോൾ നമുക്ക് ലെങ്തിയാണ്. അപ്പോൾ ഇതിന് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉണ്ട്. സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളം കുറയ്ക്കാം, തേർഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളം കുറയ്ക്കാം. അപ്പം എന്ത് വരും? ഫസ്റ്റ് കോളം കോപ്പി അടിക്കും, സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളം കുറയ്ക്കുമ്പോൾ 1 ആയി, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കറസ്പോണ്ടിങ് കുറയ്ക്കുമ്പോൾ 1 ആയി, സെക്കൻഡിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ b - a വരും. അപ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കുമ്പോൾ 2 ആയി, c - a വരും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x² + 3, x² + 4, x² + 5, 1 കോമൺ ഡിഫറൻസ്, 2 കോമൺ ഡിഫറൻസ്. ഇനി നിങ്ങൾ ഓർക്കണം, ഒരു ഡിറ്റർമിനന്റിലെ 2 കോളം പ്രൊപ്പോർഷണൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലിമെന്റ്സ് പ്രൊപ്പോർഷൻ. എന്താ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ? 1/2 തമ്മിലുള്ള റേഷ്യോ, സെയിം ആസ് തമ്മിലുള്ള റേഷ്യോ 1/2, സെയിം ആസ് തമ്മിലുള്ള റേഷ്യോ d/2d. ഇതൊക്കെ 1/2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ബിക്കംസ് 0. അപ്പോൾ ഇത് പ്രോപ്പർട്ടി പറയുന്നുണ്ട്, ഈ 2 കോളംസ് or 2 rows of a determinant are proportional, then the value of the determinant is 0. ഇതിന് ആൻസർ 0 ആണ്. ഇതുണ്ടോ നോക്കാം. എ ബി സി ഡി ഓപ്ഷൻ നോക്കുക. 0 ഓപ്ഷൻ എസ്, ഓപ്ഷൻ എ. കണ്ടോ, നല്ല ക്വസ്റ്റൻ ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു. അടുത്തത്, ഔട്ട് ഓഫ് എ പാക്ക് ഓഫ് 10 cards numbered 1 to 10, a boy draws a card at random and keeps it back. Then a girl draws a card at random from the same pack. If the boy's card reads M and the girl's card reads N, then what is the probability that M greater than N, given that M is even? അപ്പോൾ നമ്മൾ ബോയ് എടുക്കുന്ന കാർഡ് M ആണ്. അപ്പോൾ അയാൾ എടുക്കുന്ന കാർഡ് ഈവൺ ആണ് പറഞ്ഞിട്ടുണ്ട്. ഏതാ ഈവൺ നമ്പർ? 2, 4, 6, 8, 10. N എന്നുള്ളതോ ഈ പെൺകുട്ടി എടുക്കുന്നത് 1 മുതൽ 10 വരെയുള്ള ഏതുവാ? 1 മുതൽ 10 വരെയുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ഓഡ് ഈവൺ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ബോയ് ആണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എമ്മിൻ്റെ പ്രോബിലിറ്റി ഓഫ് ബോയുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വരും? ഫസ്റ്റ് നമ്മൾ ഓരോ കേസായിട്ട് എടുക്കാം. എമ്മിന് ആദ്യം 2 കൊടുക്കുക. എമ്മിന് 2 വരുമ്പം
നമ്മളെ ഗേൾ എടുക്കേണ്ടത് അതിനേക്കാളും താഴത്തുള്ള ഒന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എമ്മിന് 4 വരുമ്പോൾ ഗേൾ എടുക്കേണ്ടത് 1, 2, 3 ഗേളിന് എടുക്കാം, കാരണം കുറവാണെന്ന് പറയുന്നുണ്ട്. ഇനി ബോയ് 6 എടുക്കുകയാണെങ്കിൽ ഗേളിന് അതിനെ താഴെയുള്ള നമ്പറേ എടുക്കാൻ പാടുള്ളൂ എന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ? എം ഗ്രേറ്റർ ദാൻ എൻ വേണ്ട, അപ്പം എൻ ചെറുതാവണം. അപ്പം എം 8 ആകുമ്പോൾ ഗേള് 1, 2, 3, 4, 5, 6, 7 വരെ പോകും. എം 10 ആകുമ്പോൾ ഗേളിന് 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ പോകാം. അപ്പം ഇനി നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ഇത് പറയാവുന്ന കാര്യമുള്ളൂ. റിക്വയർഡ് പ്രോബബിലിറ്റി. അപ്പം ആദ്യം നമ്മൾ 2 എടുക്കാനുള്ള പ്രോബബിലിറ്റി, ഈ 2 എന്നുള്ളത് ഈ 5 നമ്പർ എന്നാണ്. ബോയുടെ പ്രോബബിലിറ്റി 1/5. കണ്ടാ, എം ഇവിടെ നിന്നാണ് വരുന്നത്, എൻ ഇവിടെ നിന്നാണ് വരുന്നത്. എന് ഇത് 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/10 പ്ലസ്. ഇനി എമ്മിന് 4 എടുക്കാനുള്ള പ്രോബബിലിറ്റി അപ്പോഴും 1/5 ഉള്ളൂ. അവർ സെലക്ട് ചെയ്യാൻ മാത്രമേ വരുള്ളൂ. 5 4 എടുക്കാൻ 4 ഒറ്റ എലിമെന്റേ ഉള്ളൂ, ടോട്ടൽ 5 എലിമെന്റ്. ഇൻറ്റു ഇത് ഗേളും ബോയും ടുഗദർ ഒരുമിച്ച് വരുന്ന. ഇനി ഗേൾ എടുക്കുന്നത് 3 കേസ് ഉണ്ട്, 3/10. വീണ്ടും 6 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/5. അവിടെ എത്ര എലിമെന്റ്? 5 എലിമെന്റ് ഉണ്ട്, അപ്പൊ 5/10. വീണ്ടും 8 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/5. അവിടെ 7 എലിമെന്റ് ഉണ്ട്, അപ്പൊ 7/10 പ്ലസ് 1/5, പിന്നെ 9/10. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ വരിക? 1/50, 3/50, 5/50, 7/50, 9/50. ഇതാണ് ഇപ്പൊ അതിന്റെ ആൻസർ. അപ്പൊ ഒരു 50 മതി. 1 + 3 + 5 + 7 + 9, 7 3 10, 9 10, 25/50. ആൻസർ 1/2 ഉണ്ടെങ്കിൽ കറക്റ്റാ. യെസ്, ഓപ്ഷൻ സി. നല്ല ക്വസ്റ്റനായിരുന്നു. അതങ്ങനെ സെലക്ട് ചെയ്യാൻ പഠിക്കണം. എം ഈവൺ ആയിരിക്കണം, എന്ന് ഏതും ആവാം, പക്ഷെ എമ്മിനേക്കാൾ ചെറുതാവണം എന്ന് പറഞ്ഞു. ഇനി അതായത് സിമ്പിളാണ്. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് റിയൽ ടു റിയൽ ഡിഫൈൻഡ് ബൈ f of x equal to x² into mod x. Then which of the following statement is correct എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ f of x എന്ന് പറയുന്നത് x² into mod x ആണ്. mod x ന് 2 കേസ് ഉണ്ട്. mod x ന് -x ഉണ്ട്, +x ഉണ്ട്. ഇത് x <0, ഇത് x greater than or equal to 0. അപ്പൊ ഇതിനെ നമുക്ക് 2 ഫംഗ്ഷൻ ആയിട്ട് ചെയ്താൽ -x³ x <0, അതായത് mod x ന് -x കൊടുക്കുമ്പോൾ +x³ x greater than or equal to 0. ഇതാണ് mod x 2 ഇക്വേഷൻ വരുന്നത് കൊണ്ട് x² into mod x ന് -x³ x³. നെഗറ്റീവില് -x³, പോസിറ്റീവില് x³. അപ്പോൾ നമുക്ക് ആദ്യം f' ആണ്. വാട്ട് ഈസ് f'? -3x² x <0, +3x² x greater than or equal to 0. അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ f' എക്സിസ്റ്റ് ആണ്, 2 0 ആവും അല്ലേ? f'0 മൈനസ് എന്ന് പറഞ്ഞാലും 0 ആണ്, f'0 പ്ലസ് എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പൊ അത് f' എക്സിസ്റ്റ് ആണ്. f' എക്സിസ്റ്റ് മീൻസ് ഡിഫറൻഷ്യബിൾ ആണ്. f' ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. ഇനി അപ്പൊ ഇത് f'(x), ഇതിന് വീണ്ടും അപ്പൊ f(x) ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഇത് വരുമ്പോൾ നമ്മൾ f(x) ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. സോറി. ഇനി ഇത് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് f'(x)? -6x, +6x, x <0, x greater than or equal to 0. ഉണ്ടോ? ഇനി ഇതില് അപ്പൊ f'(x)ന്റെ ഡെറിവേറ്റീവ് ആണ് f'(x). അപ്പൊ ഇതില് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 0 കൊടുക്കുമ്പോൾ -0, 0 പ്ലസ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൽ 0 കൊടുക്കുമ്പോൾ 0 തന്നെ വരുന്നത്. ഉണ്ടോ? അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? f'(x) കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം f'(x) ഈസ് എക്സിസ്റ്റ്. ഇത് വരുന്നുണ്ട്, അതായത് f'(x) ഡിഫറൻഷ്യബിൾ ആണ്. ഇനി മൂന്നാമത്തത് കാണണം, പണി തരാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്വസ്റ്റ്യൻ. കണ്ടോ? ഇതിന്റെ ഡെറിവേറ്റീവ് -6 x <0, +x x greater than or equal to 0. ഇവിടെ പ്രശ്നമായി. അപ്പൊ അത് മൂന്നാമത്തെ ഡെറിവേറ്റീവ് വരുമ്പോൾ -6ഉം +6 ആണ്. എക്സിന് 0 വരുമ്പോൾ 9. അപ്പൊ ഇത് ഈക്വൽ അല്ല. -6 നോട്ട് ഈക്വൽ ടു +6. ഇത് LH ഡെറിവേറ്റീവ്, ഇത് RH ആണ്. ഇത് രണ്ടും ഡിഫറൻ്റ് ആയതുകൊണ്ട് f'' കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം
f double dash x does not exist. അപ്പോൾ നിങ്ങൾ ആൻസറിൽ എഫ് ഡാഷ് എക്സിസ്റ്റ്, എഫ് ഡബിൾ ഡാഷ് നോട്ട് ഡിഫറൻഷ്യബിൾ കണ്ടോ, മൂന്നാമത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ ബട്ട് എഫ് ഡബിൾ ഡാഷ് നോട്ട്. എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഡെറിവേറ്റീവിൽ എത്താൻ ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ ഉണ്ടായിക്കോളും. എഫ് ഡബിൾ ഡാഷ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ് കിട്ടൂല, -6 + 6 ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഇതൊരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എ സെഡ് സെഡ് സ്ക്വയർ പ്ലസ് 2 × e raised to a minus e raised to a z e raised to a minus e raised to a. അപ്പൊ ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓഫ് ഇസഡ് ആണ്, ക്വാഡ്രാറ്റിക്കിന്റെ ഇസഡ് ആണ് അല്ലെ. വാട്ട് ഈസ് പി എ ഇസഡ്? സെഡ് സ്ക്വയർ 2 e raised to a minus e raised to a z plus e raised to a minus e raised to a. അപ്പൊ ഇത് നമ്മൾ റിയൽ റൂട്ട്സ് ആണെങ്കിൽ എന്താ വരിക? റിയൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് ഇവിടെ പിന്നെ പി ഓഫ് എ സെഡ് എസ് സെഡ് സ്ക്വയർ ടു ദി ക്വാഡ്രാറ്റിക് ഓഫ് ഇസഡ് ആണ്. അപ്പൊ ഫോർ റിയൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ റിയൽ റൂട്ട്സ് എന്താണ്ടാവുക? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഒന്നാണ്, ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. അപ്പൊ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × e raised to a minus e raised to a സ്ക്വയർ മൈനസ് 4ac 4 × 1 × e raised to a minus e raised to a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 4 ആയിട്ട് കട്ട് ചെയ്യുക. നൗ e raised to a minus e raised to a ആസ് എ കോമൺ. ബാക്കി ഇവിടെ ഒരു e raised to a minus e raised to a, ബാക്കി ഇവിടെ ഒരു മൈനസ് ഒന്നും ഉണ്ടാവും ഉണ്ടോ. e raised to എക്സ്പോണൻഷ്യൽ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ e raised to a minus e raised to a -1 പോസിറ്റീവ് ആവണം. അപ്പൊ e raised to a minus e raised to a minus e raised to a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ലോഗ് എടുക്കുക. അപ്പൊ a മൈനസ് e raised to a, അപ്പൊ ഇതിന്റെ ലോഗരിതം എന്നുള്ളത് പവറാണ്. ലോഗ് 1 നമുക്കറിയാം, ലോഗ് 1 0 ആണ്. മനസ്സിലായോ? ഈ റേഷ്യോ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പം ഇവിടെയാണ് ഇനി ചിന്തിക്കേണ്ടത്, ഇതിനങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു e raised to a. അപ്പൊ e raised to a ലെസ് ദാൻ ഓർ ഈക്വൽ ടു a, ഇത് ഇമ്പോസിബിൾ ആണ്, ഇമ്പോസിബിൾ, ഇത് നടക്കൂല. എന്താ കാരണം? e raised to a എക്സ്പോണൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആണ്, എ നെഗറ്റീവ് ആയാലും e raised to a പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ എ ഈസ് എ റിയൽ നമ്പർ എന്നാണ്, ഇത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് ഇതിന് നോ റിയൽ റൂട്ട്. ഇപ്പൊ നോ റിയൽ റൂട്ട്സ് ആ വരിക. അപ്പൊ നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ വരിക? പി ഓഫ് എ ഹാസ് ഓൺലി നോൺ റിയൽ കോംപ്ലക്സ് റൂട്ട്സ്, നോൺ റിയൽ കോംപ്ലക്സ് റൂട്ട്സ്, അതാണ് ആൻസർ. ഇപ്പൊ റിയൽ കിട്ടില്ല, ഇവിടെ റിയൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് നോക്കി ഒക്കെ റിയൽ എന്ന എഴുതിയത്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ആർ ടു ആർ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e raised to x square by 2 പ്ലസ് ഇന്റഗ്രൽ 0 to x t f of t dt for all x. That which of the following is correct? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കണ്ടാൽ തോന്നൂല. വാട്ട് ഈസ് എഫ് എക്സ്? e raised to x square by 2 plus 0 to x t f of t dt. Now differentiate. What is f dash x? e raised to x square by 2 into 2x by 2. x square derivative 2x by 2 plus ഇതിന്റെ ഡിഫറൻഷിയേഷൻ, ഡിഫറൻഷിയേറ്റ് അപ്പർ ലിമിറ്റ്, ഗിവനസ് റൂൾ ആണ്. ഡിഫറൻഷിയേറ്റ് അപ്പർ ലിമിറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പർ ലിമിറ്റ്, മൈനസ് ഡിഫറൻഷിയേറ്റ് ലോവർ ലിമിറ്റ്. 0 ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇനി ഈ എഫ് ഡാഷ് എക്സിനെയാണ് നമ്മൾ dy by dx എന്ന് പറയും. ഈ 2 ക്യാൻസൽ ആയി, എക്സ് e raised to x square by 2. എഫ് എക്സിനെയാണ് നമ്മൾ y എന്ന് പറയും. കണ്ടോ? അപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി, ടേക്ക് ഇൻ ടു ലെഫ്റ്റ്. അപ്പൊ dy by dx മൈനസ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് e raised to x square by 2. അപ്പൊ ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്, ഇന്റഗ്രലോ മൈനസ് എക്സ്
dx e പവർ അല്ലേ, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. നൗ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു, ഇതാണ് q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വിത്ത് dx. ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ y ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് വന്നു. ഇനി നമുക്കിതിൽ ഇനീഷ്യൽ കണ്ടീഷൻ തന്നില്ല. അപ്പോൾ നിങ്ങൾ എഫ് ഓഫ് 0 എന്താണെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു 0 ബൈ 2 പ്ലസ് 0 to 0 വരും. 0 to 0 0 ആയിപ്പോയി. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 1 മീൻസ് y ഈക്വൽ ടു 1. അപ്പോൾ 0 1 എന്ന പോയിന്റ് കൂടെ കർവ് പാസ് ചെയ്യുന്ന അർത്ഥം, എന്നാലേ സി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈക്ക് 1ഉം എക്സിന് 0 ആയി. ഇ റേസ് ടു 0 ഈക്വൽ ടു 0 പ്ലസ് സി. സോ സി വിൽ ബി 1. സി 1 കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ y ഈക്വൽ ടു ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 വരും. ഇനി ഈ വൈനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് റൂട്ട് 2 കണ്ട, എക്സിന് റൂട്ട് 2 കൊടുക്കുക. എക്സിന് റൂട്ട് 2. അപ്പോൾ എഫ് ഓഫ് റൂട്ട് 2 ഈസ് ഈക്വൽ ടു ഇത് ഇ റേസ് ടു 1 ആവും. എക്സ് സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ അപ്പോൾ 2/2 1 ആയി. ഇവിടെ 2 വരും. 2/2 പ്ലസ് 1 2 വരും. അപ്പോൾ നമുക്ക് 2e എന്ന് കിട്ടും. ഈ 2e വില 2 ഇൻറ്റു ഇയുടെ വില 2.718 ആണ്. അപ്പോൾ എത്രയായി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? 18 2 36 27 54 കണ്ട 5.436 ആണ് എഫ് ഓഫ് റൂട്ട് 2ന്റെ വാല്യൂ വരെ. അപ്പോൾ അതിൽ ഓപ്ഷനിൽ നോക്കണം 5.436 എന്ന് പറയുന്നത് 5ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ്. അപ്പം 5ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് ആര്? എഫ് ഓഫ് റൂട്ട് 2 അതിലുണ്ടാവും. യെസ്, ഓപ്ഷൻ സി. നല്ല പ്രശ്നമായിരുന്നു. കാരണം അത് ഡിഫറൻഷിയേഷൻ എന്ന് നമുക്ക് തോന്നൂല ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് മെട്രിക്സിലാണ്. അത്ര ടഫ് ഒന്നല്ലത്. ലെറ്റ് എ ബി എ 2/2 മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 0 1 1 0 ഈക്വൽ ടു 0 0 0. അതിൽ ഐ എന്നുള്ളത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് പറഞ്ഞിട്ട്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ ഈക്വൽ ടു ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 0 ആണ് അപ്പുറത്ത്. മൈനസ് ഓഫ് 0 1 1 0. Now taking a as a common left hand side, a plus I വരും. Minus of 0 1 1 0. Taking determinants. But determinant of a into a plus I equal to determinant of minus of 0 1 1 0. That is determinant a into determinant a plus I equal to, അതായത് determinant of a product AB matrix determinant a into determinant B എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇതിന് ഡിറ്റർമിനന്റ് 0 -1 1 കിട്ടും അല്ലെ. 0 -1 ഈ -0 പ്ലസ് 1 ആയി. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനന്റ് വാല്യൂ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് എ പ്ലസ് ഐ ഈക്വൽ ടു 1 കനോട്ട് ബി 0. മീൻസ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ 0, ഡിറ്റർമിനന്റ് എ പ്ലസ് ഐ ഓൾസോ നോട്ട് ഈക്വൽ ടു 0. കാരണം 0 വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഡിറ്റർമിനന്റ് എ 0 അല്ലെങ്കിൽ ആ മെട്രിക്സിനെ ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്നാണ് പറയുക. അപ്പം നമുക്ക് പറയാം ബോത്ത് എ ആൻഡ് എ പ്ലസ് ഐ ആർ ഇൻവെർട്ടിബിൾ. അതിലുണ്ടോ നോക്കി. എ ഈസ് ഇൻവെർട്ടിബിൾ ബട്ട് ബോത്ത് ഉണ്ട്. ബോത്ത് എ ആൻഡ് എ പ്ലസ് ഐ ആർ ഇൻവെർട്ടിബിൾ. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഡി കറക്റ്റാണ്. അപ്പം സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നത്. അപ്പോൾ രണ്ടും ഇൻവെർട്ടിബിൾ മെട്രിക്സസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Consider the data.
സെറ്റ്, 2 സെറ്റ് ഉണ്ട്. ഇതൊരു കുട്ടിക്ക് ചെയ്യാനില്ല. എന്താണ് ഫസ്റ്റ് സെറ്റ്? നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. 1, 2, 4, 8, 9, 11, 15, 20, 27, 29, 33. ഈ സെക്കൻഡ് ഡാറ്റയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 51. അപ്പൊ നിങ്ങളെ പറ്റിക്കാനാണ്. 1 എങ്ങനെ 51 ആയി? 1 + 50. 2 എങ്ങനെ 52 ആയി? 2 + 50. 4 എങ്ങനെ 54 ആയി? 4 + 50. 8 + 50. 9 + 50. 11 + 50. 15 + 50 എക്സെട്ര 33 + 50. അതാണ് 83. അപ്പൊ ഇതിൽ സംഭവിച്ചത് സെക്കൻഡ് ഡാറ്റ ഫസ്റ്റ് ഡാറ്റയേക്കാൾ 50 കൂടുതലാണ്. അതിന്റെ അർത്ഥം 50 കൂടുതൽ വന്നതിന്റെ ഇതിന്റെ മീൻ M2 ആണ്. M2 = ആദ്യത്തെ മീൻ M1 ആണ്. അതിനേക്കാൾ 50 കൂടും. അപ്പൊ ഓരോ സംഖ്യയിലും ഓരോ ഡാറ്റയിലും 50 കൂടുതലാണെങ്കിൽ മീനിലും ആ 50ന്റെ വ്യത്യാസം കാണിക്കും. അപ്പൊ M1ഉം M2ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് M2 എന്ന് പറയുന്ന മീന് M1നേക്കാൾ 50 കൂടുതലാണ്. പിന്നെ ഇതിന്റെ വാരിയൻസ് എല്ലാ ഡാറ്റയിലും ഒരു കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാരിയൻസിന് മാറ്റം ഉണ്ടാവില്ല. വാരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ വാരിയൻസ് ഓഫ് സെക്കൻഡും വാരിയൻസ് ഓഫ് 1ഉം സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാ ഡാറ്റയിലും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് മീനിൽ വ്യത്യാസം വരുത്തും. വാരിയൻസ് കനോട്ട് ബി ചേഞ്ച്. അപ്പൊ രണ്ടിന്റെ വാരിയൻസ് സെയിം ആണ്. മീനില് രണ്ടാമത്തേൽ 50 കൂടുതലായതുകൊണ്ട് 50 കൂടും. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ M2 = M1 + 50 കറക്റ്റ് ആണ്. V2 = V1. അപ്പൊ ഏതാ ഓപ്ഷൻ? ബി. ബി ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇത് സ്റ്റാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഇഫ് ഈച്ച് ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ എ കോൺസ്റ്റന്റ്, മീൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ ദാറ്റ് കോൺസ്റ്റന്റ്, ബട്ട് വാരിയൻസ് ഡസ് നോട്ട് ചേഞ്ച് എന്നാണ് പ്രോപ്പർട്ടി. ഇതാണ് നമ്മളെ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിരുന്നു സ്റ്റാറ്റിക്സിൽ. അപ്പൊ ഇനി നമ്മളിപ്പോൾ ചെയ്തതിൽ ഈ പേപ്പറിൽ 1-2 ക്വസ്റ്റ്യൻ ടഫ് ഉണ്ടായിരുന്നു. അപ്പം ജെയുമായി കമ്പയർ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ ഒരു 50%-ക്കാളും ടഫ് കുറവാണ്. അപ്പൊ ജെയ് 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയ 100 ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ഇതിൽ 50 ക്വസ്റ്റ്യൻ ടഫ് വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ നോക്കിയാലും നിങ്ങൾ പകുതി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ആൻസർ. ഒരു ഈസി ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ടെസ്റ്റുകൾ എഴുതണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യുക. എന്നാലും നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് സ്പീഡും പിന്നെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം.